മുത്തുമണികളെ എന്താ പാട്. പിന്നെ നമ്മൾ ഇന്നത്തെ വൈബ് വർക്ക് എന്ന് പറഞ്ഞാലേ അല്ല 2 നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ. നായ്ക്കളല്ല കേട്ടോ വൈബ് വർക്ക്. ഒന്ന് നമുക്ക് കൊണ്ടോട്ടൊരു ബിൽഡിംഗ് ക്ലീനിങ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ചെയ്തിന് കേട്ടോ. ഈ വാക്ക് നമുക്ക് അടിച്ചിട്ട് നാക്കളാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യണ ബിൽഡിങ്ങാണ്. ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട് റോഡ് സൈഡിലാണ്. നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ടാവും. ഇതാ റോഡ് സൈഡ് നമ്മൾ കുറുപ്പത്ത ഉണ്ടല്ലേ. റമദാൻ മാസമായതുകൊണ്ട് നമ്മൾ സുബൈക്ക് പണി ചാട്ടാക്കും. മറ്റേ ചിലപ്പോൾ വള്ളത്തിനയച്ചോളും. വള്ളത്തിനയച്ചുമ്പോഴത്തേന് പെരയെത്തണം. ഈ ഏരിയയൊക്കെ അല്ലേ, ഈ അടിവാളുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചേരി സെറ്റാക്കുക. അതുപോലെ ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ മാറാലൊക്കെ ഉണ്ടാവും. അതൊക്കെ തട്ടിട്ട് നമ്മൾ അടിഭാഗത്തുള്ള വർക്ക് ഇതാണ്. ഇനി ബാക്കി കാണിച്ചു തരാം. മുകളിലുണ്ട് ഈ വേസ്റ്റും കാര്യമൊക്കെ കണ്ടല്ലേ. അതൊക്കെ അടിച്ചേരി സെറ്റാക്കുക, വേറെ ലെവലാക്കുക കണ്ടല്ലേ. പിന്നെ ഇതിലങ്ങനെ ഒരു പാസേജ് ഉണ്ട് കേട്ടോ, ഒരു വെയ്യ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അതേപോലെ ഇതിൻ്റെ വേക്കുവാത്തയിൽ അങ്ങനെ അങ്ങേ പുറത്തൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും കേട്ടോ, സെറ്റാക്കും. നമ്മൾ മുകൾക്ക് പോട്ടോ, മുകളിലത്തെ നമ്മൾ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അങ്ങനെ കയറി സ്റ്റെപ്പൊക്കെ അടിച്ച് സെറ്റാക്കാനുള്ള. ഈ സ്റ്റെപ്പ് ഈ ഗ്രില്ല് കമ്പിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നമ്മൾ തുടച്ച് പൊടി വെക്കും കേട്ടോ. മുകളിൽ ഈ പാസേജില്ലേ, ആ തല വരെ ചെയ്യണം കേട്ടോ. നമുക്ക് ചുറ്റുമുണ്ട് എന്താ ഒക്കെ ഉണ്ടല്ലേ, ഫുള്ള് പൊടിയാണ്. ഇങ്ങനെ ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊരു ഭാഗമാണ്. ഇതിലെങ്ങനെയാണ് ചെയ്യുക നമ്മൾ, പിന്നെ എങ്ങനെയാണ് ചെയ്യും. ഇതൊക്കെ തോത്തിട്ടോ, ഈ ഗിൽസൊക്കെ തോത്തല്ല ഗ്രില്ലേ. പിന്നെ ഇങ്ങനെ ഈ ഗ്രില്ലുമത്തെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിട്ടോ, വേറെ ചെയ്തപ്പോൾ സെറ്റ് പൊടിയാണ്. ഈ ഏരിയ അതൊക്കെ നമ്മൾ സെറ്റാക്കും. ഇതിൻ്റെ ആഫ്റ്ററുകൾ കണ്ടു വേറെ ലെവലേക്ക് കയറാം കണ്ട പൊടി. ഇതൊക്കെ നമ്മളെന്ത് ചെയ്യും, തോത്തി വേറെ ലെവലാക്കും കേട്ടോ. ഇതിൻ്റെ ആഫ്റ്റർ കാണിച്ചു തന്നെയാണ് ഈ പാസേജൊക്കെ. ഈ ഏരിയയുള്ള മാറാലകളും തൊട്ടിട്ടോ. ഇങ്ങനെ ടോപ്പ് ഭാഗത്ത് അവിടെ ഇവിടേക്കുള്ള മാറാലകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, തട്ട് സെറ്റാക്കും. അപ്പം നമുക്ക് വർക്ക് കാണാം കേട്ടോ, വർക്ക് ചാട്ടാക്കാം. അങ്ങനെ മുത്തുപണികളെ നമ്മൾ വൈബങ്ങ് ആദ്യത്തെ പണി തുടങ്ങിയിട്ടോ. എല്ലാ ക്ലീൻസന്മായ വർക്കിനും ഫസ്റ്റ് പണി എന്തായിരിക്കും, മാറാലാട്ടിലേക്കാണ് ഫുൾ ക്ലീനിങ്ങിന്. നമ്മളെന്ത് ചെയ്താൽ ചാട്ടാക്കിയിട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊടി അടിച്ച് കൂട്ടി കൊണ്ടുവരും കേട്ടോ. പിന്നെ ആ ഗ്രില്ലൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ തട്ടി കൊട്ടി കഴിഞ്ഞാൽ തോത്തണം, തുടക്കണ കൂട്ടത്തിൽ ചെയ്യും. പൊടികളൊക്കെ ഇങ്ങനെ തട്ടി കൊണ്ടുവരികയാണ്. പിന്നെ അടുത്ത പരിപാടിയാണ് നമ്മളെ മുത്തുമണികളെ തുടപ്പണി, തുടച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക കേട്ടോ മുത്തുമണികളെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. പിന്നെ ഈ വർക്കിൻ്റെ ഒക്കെ ബിഫോർ ആഫ്റ്റർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അടിക്കാട് പോയിട്ട് അടിച്ചു തരാൻ ആ തല മുതൽ തലരേ അടിച്ചു തരാണ്. ഇതിൻ്റെയൊക്കെ ബിഫോർ ആഫ്റ്റർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നഷ്ടം ഉണ്ടാവില്ല. ഫുള്ള് കണ്ടോളി. ഈ വർക്കിൻ്റെ എല്ലാം ബിഫോർ ആഫ്റ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തുമണികൾ നമ്മൾ ആഫ്റ്റർ കൊണ്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ അതാ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോരുട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ നോക്കിയിട്ടോ. ആ പുള്ളിയൊന്നും പോലെ കേട്ടോ, അതൊക്കെ അതിൻ്റെ മാർബിളിൻ്റെ മോഡലാണ്. പിന്നെ ഇതിലൊരു ഇതാണ് ഇതിനൊക്കെ ആഫ്റ്റർ കേട്ടോ. ഇതിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കറുത്ത പുള്ളികളും വെട്ടുകളൊക്കെ ഉണ്ടാവും. അതെന്താ സംഭവമാണോ, ഇതൊരു കോട്ടേജ് ഇതാണ്, ബിൽഡിങ്, പഴയ ബിൽഡിങ്ങുമാണ്. അപ്പം ഓരോ റൂമുകളും പല ഇനം വർക്കുകൾക്കും വേണ്ടി ഒരു ടീം ഒഴിഞ്ഞ് പോയാൽ വേറെ ആൾക്കാർ എടുക്കുമ്പോൾ ചിലപ്പോൾ പല ഡിസൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പുറത്തുനിന്ന് പണിയെടുത്താണ്ട് ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുമ്പോഴും കമ്പി കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പരിക്കുകൾ ടൈൽസിന് കുടുങ്ങിയില്ല. അതൊന്നും നമ്മൾ പോക്കിയാൽ പോകില്ല, അത് ടൈൽസിന് പരിക്കുടുങ്ങിയതാണ്. ആണോ, ഇപ്പോൾ വരച്ചപ്പോൾ ഒരു വരയും കാണുന്നില്ലല്ലോ, ഒരു വരയും വരുന്നില്ല. നേരത്തെ വരച്ചപ്പോൾ നല്ല വര ഉണ്ടായി, നേരത്തെ പേരൊക്കെ എഴുതിയേനി. അപ്പോൾ അതൊന്നും പേര് കാണിച്ചില്ല. ഇവിടെയൊക്കെ നമ്മൾ തോത്തി എന്ത് ചെയ്ത് ആഫ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി എടുത്തിന് കേട്ടോ. അവിടെ വരച്ചാലും വരല്ല. അവിടെ ആദ്യം വരച്ച് ഇപ്പോൾ വേറെ സ്ഥലത്തും വരച്ച് കാണിച്ചിട്ടുണ്ട്, ഒരു വരില്ല. ഒക്കെ നമ്മൾ തോത്തി എന്ത് ചെയ്യും, തുടച്ച് സെറ്റാക്കി എടുത്തിന് കേട്ടോ. ആ സൈഡൊക്കെ നമ്മൾ കാണിച്ച് ആ സൈഡൊക്കെ കഴിഞ്ഞ കേട്ടോ. വർക്ക് ഫുള്ള് കഴിഞ്ഞ് അടിവാക്ക് നമുക്ക് ആഫ്റ്റർ കാണിച്ചു കേട്ടോ.
അടിഭാഗം ഇതിൻ്റെ ബേക്ക് ഭാഗമൊക്കെ നമ്മൾ ആഫ്റ്റർ കാണിച്ചു തരാം. വീണ്ടും വരക്കുകയാണ്. കാരണം 3-4 ഐറ്റംസ് ഏരിയകളും വരക്കുന്നത് ഊട്ടിയും കൂടിയില്ല ഒക്കെ നമ്മൾ തോറ്റിട്ടുണ്ട്. അത് നമ്മൾ അടിക്കട പോകും. അടി കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ അടിഭാഗം, മുൻഭാഗം 2 സൈഡും പിന്നെ നടുക്കാതെ പാർക്കിംഗ് ഏരിയകളും സെറ്റപ്പിൽ നമ്മൾ അടിച്ചൊരു സെറ്റടി. ഇതിൻ്റെ ബേക്ക് വാക്ക് കാണിക്കുന്നുണ്ട്. മുകളൊക്കെ കാണിച്ചത് ഇതിൻ്റെ ബേക്ക് വാക്ക് നമ്മൾ കാണിച്ചത് ഒക്കെ നമ്മളെന്ത് ചെയ്യുന്നത് അടിച്ചൊരു സെറ്റൊക്കെയുണ്ട്. എല്ലാത്തിൻ്റെ ആപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ ഇവിടത്തെ ഇരുട്ട് രാവിലെ ഒക്കെ അത് വെളിച്ചം വെച്ചു. ഏകദേശം 6-6 കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് വെളിച്ചം വരാൻ തുടങ്ങി. ഇവിടെയൊക്കെ നമ്മൾ അടിച്ചത് ഈ കിണർ നമ്മളെ ബിൽഡിങ്ങിന് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ കിണറാട്ടോ. പിന്നെ ഇവിടെ ബാത്റൂം കഴിയണ വർക്ക് നമുക്കില്ല കേട്ടോ. അതുപോലുള്ള യൂസ് ചെയ്യണ ഇതിൽ വാടക ഉള്ളവർ ചെയ്യും. നമുക്ക് സാധാരണ നോർമൽ ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ എന്നാൽ ഇത് റോഡ് സൈഡൊക്കെ ആയിട്ട് പൊടിൻ്റെ സീസണല്ല പോകും. റോഡ് വണ്ടി പോയിട്ട് പൊടി വരണം, മെയിൻ റോഡ് വെക്കണം. അപ്പോൾ മുത്തുമണികളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ്.